കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോകളിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആഴ്ചയിലെ വീക്ക്ലി ക്യാൻഡിൽ ഏത് രീതിയിലാണോ ക്ലോസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോകളൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. കാരണം നമ്മൾ നടത്തുന്ന ഡെയിലി അനാലിസിസുകൾ മുൻ ദിവസങ്ങളിലെ അനാലിസിസിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുൻപുള്ള വീഡിയോസ് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബിറ്റ്കോയിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അനാലിസിസും കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ആൻഡ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ഞാനൊരു ഇൻഡിക്കേറ്റർ കൊണ്ടുവരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് വീക്ക്ലി MA എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്, വീക്ക്ലി മൂവിങ് ആവറേജ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വീക്ക്ലി മൂവിങ് ആവറേജ് കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ് ആണ്. ഈ ഒരു സെറ്റിംഗ്സിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് കാണാനായിട്ട് പറ്റും. 200 പീരീഡ് ആണ്. ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ് ആണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വീക്ക്ലി മൂവിങ് ആവറേജിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും. ഇത് ഓരോ മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്തും ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിങ് ആവറേജ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഏരിയ കാണാനായിട്ട് പറ്റും, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കാണാൻ പറ്റും, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കാണാൻ പറ്റും. അങ്ങനെ ഓരോ സമയത്തും ഇതൊരു ബോട്ടം ഏരിയ ആയിട്ട്, ഓരോ ക്രാഷിൻ്റെയും ബോട്ടം ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ്. ആൻഡ് ഇപ്പോഴത്തെ ക്രാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബെയർ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഒരു 22K783 എന്ന് പറയുന്ന ഒരു പ്രൈസാണ്. ആ ഒരു പ്രൈസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽസ് താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അവിടേക്ക് ഒരു റീടെസ്റ്റ് നടത്തുകയും ദെൻ അവിടെ നിന്ന് റിജക്ഷൻ കിട്ടുകയും അതിന് പ്രൈസ് വീണ്ടും താഴേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അത് ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയനെ 22K783 എന്ന് പറയുന്ന ആ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ക്യാൻഡിൽസ് താഴേക്ക് വരുന്നു, അവിടേക്ക് ഒരു റീടെസ്റ്റ് നടത്തുന്നു, ദെൻ അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്ന സമയത്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഇതിൻ്റെ ഹൈ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 24K എന്ന് പറയുന്ന ഒരു പ്രൈസിലേക്ക് ബിറ്റ്കോയിൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാൻഡിൽ, ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജിന് മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള സൈനാണ്. അതല്ല, അത് അതിന് താഴെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ബെയറിഷ് ആയിട്ടുള്ള സൈനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ പ്രൈസ് ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജിന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഈ ആഴ്ചയിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു 4 ദിവസം കൂടി ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോം ആവാനായിട്ട്. സോ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിതൊരു ഒരു ഗ്രീൻ ക്യാൻഡിൽ ആവുമോ അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ ആവുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പ്രൈസ് സ്റ്റിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ തന്നെയാണ്. അതായത് ഇവിടെ നിന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിച്ചിട്ടില്ല. വീണ്ടും ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസിന് താഴേക്ക് തന്നെ അല്ലെങ്കിൽ സെല്ലേഴ്സ് തന്നെ വീണ്ടും കൺട്രോളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ ഒരു വീക്ക്ലി മൂവിങ് ആവറേജ് ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളെല്ലാം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. അതായത് ഈ ഒരു 21K എന്ന് പറയുന്ന 21,200 മുതൽ 21,925 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ആ റെസിസ്റ്റൻസ് ഏരിയനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ഈ രീതിയിൽ ഇവിടെ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. ആൻഡ് വീണ്ടും പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ നമ്മളതൊരു റീടെസ്റ്റ് ആണ്, ഇവിടെ നിന്ന് പ്രൈസിന് റിജക്ഷൻ കിട്ടുകയും ദെൻ വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ഈ ഒരു ഏരിയനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാനായിട്ട് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. കാരണം പിന്നീട് ആ ഒരു റെഡ് ക്യാൻഡിലിന് ശേഷം ഫോം ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം
ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സൈൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്യാൻഡിലാണ്. അതായത് വളരെ വലിയ ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ബയേഴ്സ് ആ ഒരു ക്യാൻഡിലിനെ ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതൊരു റെഡ് ക്യാൻഡിലാണ്, പക്ഷേ അവിടെ നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും, അതിൻ്റെ ആ ഒരു ലോ ഷാഡോ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമുക്ക് ഇനിയും കൺഫർമേഷൻ കിട്ടേണ്ടതുണ്ട്. ഈ ഒരു 21,588 മുതൽ 21,925 വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള സൈനാണ്, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ഇനിയും കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് പറയാനായിട്ട് പറ്റുന്നത്, ഒറ്റ നോട്ടത്തിൽ പറയാനായിട്ട് പറ്റുന്നത്. ആൻഡ് നമുക്ക് ഇവിടേക്ക് ഒരു പാരലൽ ചാനൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ ഈ രീതിയിലുള്ള പാരലൽ ചാനൽ വരയ്ക്കുന്നുണ്ട്. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ രീതിയിൽ ഈ പാരലൽ ചാനലിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ നിന്ന് പ്രൈസിന് വീണ്ടും ഈ ഒരു പാരലൽ ചാനലിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ പ്രൈസ് വരികയാണ് എന്നുണ്ടെങ്കിൽ ദെൻ വീണ്ടും പ്രൈസ് മുകളിലേക്ക് തന്നെ പോകാനായിട്ട് സാധ്യതയുണ്ട്, ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. ആൻഡ് ഈ ഒരു പാരലൽ ചാനലിന് ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമായിരിക്കും. പ്രൈസ് നല്ല രീതിയിൽ തന്നെ വീണ്ടും താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഇവിടെ സംഭവിച്ച പോലെ ഇവിടെ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് നീങ്ങിയതിന് ശേഷം പ്രൈസ് താഴേക്ക് പോയതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു പാരലൽ ചാനലിൽ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഞാനൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഇവിടെ സെയിം ആയിട്ടുള്ള ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ഈ രീതിയിലുള്ള ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അതേ രീതിയിലുള്ളൊരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെയും വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെയും നമുക്ക് അതേ രീതിയിലുള്ളൊരു ട്രെൻഡ് ലൈൻ തന്നെ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈൻസിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ തവണ ഈ ഒരു ട്രെൻഡ് ലൈൻസ് ബ്രേക്ക് ചെയ്തപ്പോഴും പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. ദെൻ പിന്നീട് ഒരു റാലി നടത്തുമ്പോൾ തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈ ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഹൈ ആണ്, ഒരു ഹയർ ഹൈ ആണ് പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട്. ദെൻ ഇവിടെ ഫോം ആയിട്ടുള്ള ഈ ഹൈ എന്ന് പറയുന്നത് ഈ ഹൈനേക്കാളും വലിയ ഹൈ ആണ്, ഒരു ഹയർ ഹൈ ആണ്. അതുപോലെ തന്നെ ഇവിടെയും പ്രൈസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ട്. ദെൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ എന്ന് പറയുന്നത് തൊട്ട് മുൻപത്തെ ഹൈനേക്കാളും ഒരു ഹയർ ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പ്രൈസ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അപ് ട്രെൻഡ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇവിടെ എത്രത്തോളം ഒരു ലോ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്കിതാ ഈ ഒരു ഹൈ ഏരിയയിൽ നിന്ന് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കാം. ഓക്കെ, ഇതേ ഡിസ്റ്റൻസ് തന്നെയാണ് പ്രൈസ് ഇത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം ഈ ഒരു ബോട്ടമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഹൈ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയ തന്നെയാണ് പ്രൈസ് ഇവിടെ ഒരു ലോ ആയിട്ട്, ഒരു ഹയർ ലോ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. ആൻഡ് അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം പ്രൈസ് താഴേക്ക് അതേ ഡിസ്റ്റൻസ് വരെയാണ് പ്രൈസ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെയും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിൽ ഇവിടെ നിന്നാണ് പ്രൈസ് പിന്നീട് പുതിയ റാലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഹൈയിൽ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. ആൻഡ് ഇവിടുത്തെ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൽ നിന്ന് നമുക്ക് എത്രത്തോളം താഴേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 20K എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. 20K106 എന്ന് പറയുന്നത് 20K എന്ന് പറയുന്ന ഒരു പ്രൈസ് ഏരിയയിലേക്ക് തന്നെ പ്രൈസ് വീണ്ടും ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഈ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു 20Kക്ക് താഴേക്ക് പ്രൈസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ അവസാനിച്ചു, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഇനി മുതൽ വാലിഡ് അല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ദെൻ പിന്നീട് ഒരു പുതിയ ട്രെൻഡായിരിക്കും, ഒരു പുതിയ ഡൗൺ ട്രെൻഡായിരിക്കും ഈ ഒരു ഷോർട്ട് ടൈമിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇനി അതല്ല, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 20K എന്ന് പറയുന്ന പ്രൈസിൽ നിന്നും പ്രൈസ് തിരിച്ച് ഒരു പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു 25Kക്ക് മുകളിലേക്ക് പ്രൈസ് പോകാനായിട്ടുള്ള സാധ്യത നമുക്ക് ഷോർട്ട് ടൈമിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നത്, എന്നിട്ട് ഞാൻ ഇവിടേക്ക് നമ്മുടെ CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവരുന്നുണ്ട്. CPR ഇൻഡിക്കേറ്റർ തീർച്ചയായിട്ടും വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് തൊട്ട് മുൻപത്തെ മാസത്തിലെ CPR നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് താഴെയായിട്ടാണ് ഈ മാസത്തെ CPR ലെവൽസ് ഫോം ആയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു 21K മുതൽ 24K വരെയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഏരിയയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും റിജക്ഷൻ കിട്ടാമെന്ന് ഞാൻ
മുൻപുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഏറ്റവും ടോപ്പ് നോക്കുകയാണെങ്കിൽ 24K നിന്ന് നമുക്കൊരു റിജക്ഷൻ കിട്ടിയിട്ട് ഈ ഒരു CPR ലെവലിന് താഴെയാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ CPR ഇൻഡിക്കേറ്ററിൻ്റെ സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴേക്ക് തന്നെ പ്രൈസ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ലോസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു അപ് ട്രെൻഡാണ്. ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് എന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡ് തന്നെയാണ്. സോ നൈസായിട്ട് പ്രൈസ് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് പോകാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ടാർഗറ്റിൽ നിന്ന് 20K എന്ന് പറയുന്ന ഒരു പ്രൈസിൽ നിന്ന് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. എപ്പോഴാണ് നമുക്കൊരു അപ് ട്രെൻഡ് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസത്തെ CPR ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ അടുത്ത മാസത്തെ CPR ലെവൽ ഈ മാസത്തെ CPR ലെവലിന് മുകളിലാണ് ഫോം ആവുന്നത് എന്നുണ്ടെങ്കിൽ, ഈ രീതിയിൽ ഇതിന് മുകളിലാണ് അടുത്ത CPR ലെവൽ ഫോം ആവുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡായിട്ട് അല്ലെങ്കിൽ ഒരു ബുൾ ട്രെൻഡിലേക്ക് മാർക്കറ്റ് കടന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.